നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായം മുതൽ 24-ാമത്തെ അധ്യായം വരെ കപിലാവതാര പ്രകരണമാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കേൾക്കാനായിട്ടുള്ളത്. സ്വയംഭൂമനുവിനെ ബ്രഹ്മദേവർ സൃഷ്ടിച്ചു. ആ ഒരു സൃഷ്ടിയെ അതുവരെയുള്ള സകല സൃഷ്ടിയിൽപ്പെട്ടവരും പ്രശംസിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ നാം സ്മരിച്ചു. സ്വയംഭൂമനുവിൻ്റെ പുത്രന്മാരാണ് പ്രിയവ്രതനും ഉത്താനപാദനും. പിന്നെ അദ്ദേഹത്തിന് 3 പെൺകുട്ടികളുണ്ടായി. ആകൂതി, ദേവഹൂതി, പ്രസൂതി. അതിൽ ഈ ആകൂതിയെ രുചി പ്രജാപതി വിവാഹം കഴിച്ചു. പ്രസൂതിയെ ദക്ഷ പ്രജാപതിയുമാണ് വിവാഹം കഴിച്ചത്. മധ്യമപുത്രിയായിരിക്കുന്ന ദേവഹൂതിയെ കർദമ പ്രജാപതിയും വിവാഹം കഴിച്ചു. ഇവിടെ വിതുരര് മൈത്രേയരോട് ആവശ്യപ്പെട്ടു, അപ്പോൾ ഇവരുടെ ഈ സന്തതി പരമ്പരയെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ശ്രീ മൈത്രേയർ പറഞ്ഞു, പ്രജാ ഷിജേതി ഭഗവാൻ കർദമോ ബ്രഹ്മണോദിത സരസ്വത്യാം സ്തപസ്തേപേ സഹസ്രാണാം സമാദശ. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പ്രജാസൃഷ്ടി ചെയ്യാനായിട്ട് കർദമർ നിശ്ചയിച്ചു. പക്ഷെ അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അങ്ങനെ അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്ത് 10,000 സംവത്സരക്കാലം തീവ്രമായിട്ട് ഭഗവാനെ തപസ് ചെയ്തു. കർദമരുടെ ആ തപസ്സില് ഭഗവാന് സന്തോഷമായി. കർദമരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കിരീടകുണ്ടലങ്ങള്, വനമാല, മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്. ലക്ഷ്മീദേവി കൂടെയുണ്ട്. അങ്ങനെ ഗരുഡന്റെ പുറത്ത് ഇതാ ഭഗവാൻ ഇരിക്കണം. ദിവ്യമായിട്ടുള്ള ആ രൂപം കണ്ട സമയത്ത് എന്തെന്നില്ലാത്തൊരു ആശ്ചര്യമാണ് കർദമരിലുണ്ടായത്. അദ്ദേഹം ഉടനെ എഴുന്നേറ്റു, ഭഗവാനെ ഒന്ന് തൊഴുതു, അവിടെ വീണ് നമസ്കരിച്ചു. എന്നിട്ട് മനോഹരമായിട്ട് കർദമര് സ്തുതിക്കണോ ഭഗവാനെ. അദ്ദേഹം പറഞ്ഞു, ജുഷ്ടം പതാദ്യാഖില സത്വരാശേ സാംസിദ്ധിമഷ്ണോസ്തവ ദർശനാന്ന യൽ ദർശനം ജന്മപരിഢ്യ സദ്ഭീരാശാസതേ യോഗിനോ രൂഢയോഗ. ഹേ ഭഗവൻ, ഈ കണ്ണുകളെ കൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണോ അത് ഇന്നെനിക്ക് സിദ്ധിച്ചിരിക്കണം. ഇന്നെൻ്റെ കണ്ണുകള് സഫലമായി തീർന്നു എന്നർത്ഥം. യോഗനിഷ്ഠയുള്ള യോഗികൾക്ക് പോലും അനേക കാലം കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങേ ഒന്ന് കാണാൻ. എന്നാൽ തന്നെ കാണാൻ കിട്ടുക വലിയ പ്രയാസം. ഒരുപാട് ജന്മത്തെ സുഹൃത്തുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ദർശനം കിട്ടുള്ളൂ. അപ്പോൾ ആ സ്ഥിതിക്ക് അങ്ങേയിപ്പോൾ കാണാൻ സാധിച്ചത് എൻ്റെ ഒരു പുണ്യം എന്നല്ലാതെ വേറെന്ത് പറയാനാ. യേ മായയാത്തെ ഹതമേധത്തസത്പാദാരവിന്ദം ഭവസിന്ധുപോതം ഉപാസത്തെ കാമലവായതേഷാം രാസീശകാമാൻ നിരയേ പിയേസ്യു. ശരീരസുഖത്തെ ആഗ്രഹിച്ച് അങ്ങേ ഭജിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ഏത് നരകജന്മങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും കൃമി കീടാദികൾക്ക് പോലും ഈ ദേഹസുഖങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ കപിലവാസുദേവർ പറയണം എന്താ വെച്ചാൽ വിവേകമില്ലാത്തവരാണ് ഭഗവാനോട് തുച്ഛങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക എന്നർത്ഥം. ഭഗവൽ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദാരവിന്ദം ഭവസിന്ധുബോധം
സംസാരസാഗരത്തെ അനായാസം തരണം ചെയ്യാൻ പറ്റിയ നല്ലൊരു തോണിയാണ് ഭഗവത് പാദങ്ങൾ. ശ്രദ്ധിക്കുക. അപ്പോൾ തുച്ഛങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാദങ്ങളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടല്ലേ? അപ്പൊ ഈ ശ്ലോകം കൊണ്ട് അർത്ഥാക്കണം എന്താ വെച്ചാൽ, ജീവിതത്തിൽ പ്രാരബ്ധവശാൽ വരുന്നതൊക്കെ അനുഭവിച്ചു കൊള്ളുക. അതിപ്പോൾ സുഖാവട്ടെ ദുഃഖാവട്ടെ, അതിൽ തൃപ്തി ഉണ്ടാവുക. ജീവിത പ്രാരബ്ധം കൊണ്ട് ഇടയ്ക്ക് സുഖം ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് ദുഃഖം ഉണ്ടാവാറുണ്ട്, അതൊക്കെ അനുഭവിച്ചു കൊള്ളുക. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാവണം? മോക്ഷാർത്ഥാവണം. ആ ഒരു ഭജനാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് സാരം. തഥാ സചാഹം പരിവോഢുകാമ സമാനശീലാം ഗൃഹമേതധേനും ഉപേയിവാൻ മൂലമശേഷമൂലം ദുരാശയ കാമതുഗാഘ്രിപസ്യ. വളരെ നിസ്സാരാണ് ഈ സകാമ ഭക്തി. അതറിയാം ഭഗവാനെ. എങ്കിലും ഈ ഉള്ളവനും അങ്ങയുടെ മായയിൽ പെട്ടുപോണുവല്ലോ. ഹേ നാരായണ, എനിക്ക് ചിലത് അങ്ങയോട് പറയാനുണ്ട്. എൻ്റെ ചില ആഗ്രഹങ്ങൾ എന്ന് കരുതിക്കോളൂ. തഥാ സചാഹം പരിവോഢുകാമ. പരിവോഢുകാമ വിവാഹത്തിനായിട്ട് ആഗ്രഹിക്കണമെന്നർത്ഥം. സമാനശീലാം, എൻ്റെ സ്വഭാവത്തിന് യോജിച്ചതായ ഒരു കന്യകയെ വിവാഹം ചെയ്ത് ഗൃഹസ്ഥധർമ്മം ആചരിക്കാൻ ഞാൻ ആഗ്രഹിക്കേണ്ട. ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിക്കണം. ശ്രദ്ധിക്കണേ, ലൗകികമായ കാമസുഖത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരാരാധന ചെയ്യുന്നവർ വെറും നിസ്സാരന്മാരാണ്, വിവേകമില്ലായ്മയാണ് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കർദമര് ഭഗവാനോട് ആവശ്യപ്പെട്ടു. എന്താ വെച്ചാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, തൻ്റെ സ്വഭാവത്തിന് ചേരുന്നതായ ഒരു കന്യകയെ തനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞു ഭഗവാനോട് കർദമര് പറഞ്ഞു. കർദമര് സ്ത്രീസംഗമല്ല അവിടെ ചോദിച്ചത്, സത്സംഗാണ്. അവിടെയാണ് വ്യത്യാസം. കർദമർക്ക് വേണ്ട എന്താ? തന്നെ ഭഗവാനിലേക്ക് എത്തിക്കുന്ന ഒരു സ്ത്രീയാണ് വേണ്ടത്. ധർമാചരണ വേളയിലെ എന്തെങ്കിലും പാപബുദ്ധി എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞ് എൻ്റെ ബുദ്ധിയെ ഈശ്വരോന്മുഖമാക്കി തീർക്കുന്ന ഒരാളാവണം തൻ്റെ പത്നി. സംസാരസാഗരത്തില് താണു പോവാൻ വേണ്ടിയല്ല വിവാഹം കഴിക്കുന്നത്, ഈ സംസാരസാഗരത്തിൽ നിന്ന് ഉയർന്ന ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്ന് താല്പര്യം. തുച്ഛമായ വിഷയാഗ്രഹങ്ങൾ സാധിപ്പിക്കാനല്ലല്ലോ ഈ വിവാഹം കഴിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, എവിടെയെങ്കിലും ഭാര്യയെ കാമപത്നി എന്ന് വിശേഷിപ്പിക്കാറുണ്ടോ? അല്ലെ അങ്ങനെ വിശേഷിപ്പിച്ച് കണ്ടിട്ടുണ്ടോ? വിഷയസുഖത്തിന് വേണ്ടിയിട്ടായിരുന്നു വെച്ചാൽ അങ്ങനെ പറഞ്ഞൂടെ? കാമപത്നി എന്ന് പറഞ്ഞൂടെ? അത് പറഞ്ഞിട്ടില്ല. ശാസ്ത്രങ്ങള് എന്തേ പറയാറുള്ളൂ? ധർമ്മപത്നി എന്നേ പറയാറുള്ളൂ. കാമപത്നി എന്ന് പറയില്ല, ധർമ്മപത്നി എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ധർമാചരണത്തിന് എന്നോടൊപ്പം നിൽക്കുന്നവളാവണം എൻ്റെ പത്നി. അതാണ് കർദമര് ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. സമാനശീലാം, എൻ്റെ സ്വഭാവത്തിന് യോജിച്ചതായ ഒരു കന്യകയെ അവിടുന്ന് കാണിച്ചു തരണം. ഭഗവാനായിട്ട് കാണിച്ചു തന്ന അവിടെ ഒരിക്കലും പിഴവുണ്ടാവില്ല. അദ്ദേഹം തുടർന്നു, പ്രജാപതേസ്തേ വചസാധീശതന്ത്യാലോകിലായാം കാമഹതോനുബദ്ധ അഹം ച ലോകാനുഗതോ വഹാമി ബലിം ച ശുക്ലാനിമിഷായ തുഭ്യം. ഈ ലോകരെ അവിടുന്ന് വേദവാക്യങ്ങളാകുന്ന കയറുകൊണ്ട് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അതായത് കാമനകൾക്ക് അടിമപ്പെട്ടവര് വേദവാക്യങ്ങളാകുന്ന കയറുകളാൽ ബദ്ധരാണ് എന്നർത്ഥം. ഇവിടെ കർദമര് പറയണു, താനും വേദവാക്യത്താൽ ബദ്ധനാണ്. ഗൃഹസ്ഥധർമ്മത്തിലൂടെ അങ്ങയെ ആരാധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ് താൻ. കർദമര് ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. സ്ത്രീ തനിച്ചായാലും പുരുഷൻ തനിച്ചായാലും ധർമ്മമാർഗത്തിൽ എളുപ്പത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പറ്റില്ല എന്നല്ല പറയണത്, സാധിക്കില്ല എന്നങ്ങനെ പൂർണ്ണമായിട്ട് പറയല്ല, കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നർത്ഥം. ചെറിയൊരു ഉദാഹരണം, തോണിക്കാരനില്ലാതെ തോണിക്ക് സംസാരത്തിന്റെ മറുകര കടക്കാൻ സാധിക്കില്ല. പറ്റുമോ? തോണിക്കാരനില്ലാതെ
തോണിക്ക് തന്നെ നദിയുടെ മറുകരയിലേക്ക് പോകാൻ സാധിക്കുമോ? സാധിക്കില്ല. ഇതേപോലെ തോണിയില്ലാതെ തോണിക്കാരന് പറ്റുമോ മറുകരയിലേക്ക് എളുപ്പം പോകാൻ വേണ്ടിയിട്ട്? പറ്റില്ല. അപ്പോൾ ഈ തോണിക്കാരനും തോണിയും കൂടി ചേരുമ്പോൾ എളുപ്പത്തിൽ മറുകരയിലേക്ക് കിടക്കാം. അറിവുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ത്രീയെ തോണിയോട് ഉപമിച്ചു, പുരുഷൻ തോണിക്കാരനുമാണ്. അപ്പോൾ പരസ്പര സഹായത്തോടു കൂടിയിട്ട് അനായാസേന ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ഈ ഗൃഹസ്ഥം. പുരുഷനില് വിവേകം ഉണ്ടാവും, സ്ത്രീയില് സ്നേഹവും. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, ഈ വിവേകവും സ്നേഹവും കൂടി ചേരുമ്പോൾ താനേ അവിടെ ഭക്തി ജനിക്കുന്നു. ആ ഒരു ഭക്തി തന്നെയാണ് ഏവരെയും മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ, ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? പരിവോഢുകാമ സമാനശീലാം ഗൃഹമേധധേനും. ഞാൻ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കണോ? എൻ്റെ സ്വഭാവത്തിന് യോജിച്ചതായ ഒരു കന്യകയെ അവിടുന്ന് കാണിച്ചു തന്നാലും, ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കാനായിട്ട് മഹാപ്രഭു എന്നെ അനുഗ്രഹിച്ചാലും, സകല തരത്തിലുള്ള ലൗകിക വാസനകളും ഉപേക്ഷിച്ച് ഒന്നിലും ആഗ്രഹം വെക്കാത്തതായിരിക്കാം, അങ്ങയുടെ പാതാരവിന്ദങ്ങൾ മാത്രം ശരണം എന്ന് ഉറച്ച് വിശ്വസിച്ച് അങ്ങയെ ആശ്രയിക്കുന്ന ഭക്തരുണ്ട്. അവര് തമ്മിൽ ചേരുമ്പോൾ, അതാണ് സത്സംഗം എന്നിവിടെ പറയാൻ കാരണം, അവര് തമ്മിൽ ചേരുന്ന സമയത്ത് അങ്ങയുടെ ഗുണങ്ങൾ കീർത്തിക്കുന്നു, നാമം ജപിക്കുന്നു, ഭഗവത് കഥകൾ വിസ്തരിക്കുന്നു. അവര് സർവ ദേഹധർമ്മങ്ങളെയും വിടുന്നുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അങ്ങനെയുള്ള ഭക്തരെ ഈ കാലചക്രം ഒരിക്കലും ബാധിക്കില്ല. സാധാരണക്കാരൊക്കെ ഈ കാലചക്രത്തിന്റെ പിടിയിൽപ്പെടുന്നവർ തന്നെയാണ്. അതിനാൽ അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് ഈ ഉളവനത വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. ഇപ്രകാരമൊക്കെ പറഞ്ഞ കർദമര് ഭഗവാനെ സ്തുതിച്ചു. തപസ്സില് സന്തുഷ്ടനായിരിക്കുന്ന ഭഗവാൻ കർദമരോട് പറഞ്ഞു, അങ്ങയുടെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി. അതിനു വേണ്ടതായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അങ്ങയുടെ തപസ് പാഴായി തീരില്ല. അങ്ങ് വിവാഹം കഴിക്കാൻ പോണ കന്യക മറ്റന്നാൾ ഇവിടെത്തും. ബ്രഹ്മപുത്രനും ചക്രവർത്തിയുമായിരിക്കുന്ന സ്വയംഭുവിനും അദ്ദേഹം പത്നിയായിരിക്കുന്ന ശതരൂപ മഹാറാണിയോടും മധ്യമപുത്രിയായ ദേവഹൂതിയോടും കൂടിയിട്ട് അങ്ങയുടെ ആശ്രമത്തിൽ 2 ദിവസം കഴിഞ്ഞ് എത്തും. അങ്ങ് നേരത്തെ സമാനശീലാം എന്ന് പറഞ്ഞല്ലോ. പ്രായം കൊണ്ടും സ്വഭാവം കൊണ്ടും ഒക്കെ അങ്ങയോട് യോജിക്കുന്ന ഒരു കന്യക തന്നെയാണ് ദേവഹൂതി. എത്ര കാലാണോ അങ്ങ് ദാമ്പത്യം ആഗ്രഹിക്കുന്നത് അത്രയും കാലം ദേവഹൂതി അങ്ങയെ സേവിച്ചോളൂ. ആ ബന്ധത്തില് അങ്ങേക്ക് 9 പെൺകുട്ടികളുണ്ടാവും. അവരെ ഓരോരോ ഋഷിമാരാണ് വിവാഹം കഴിക്കുക. അവരിലൂടെയൊക്കെ ബ്രഹ്മാവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും. അതായത് സൃഷ്ടിയെ വർദ്ധിപ്പിക്കുന്ന അർത്ഥം. ഹേ കർദമരെ, ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് വരും. അങ്ങനെ ഭഗവാൻ കപിലാവതാരത്തെ ഒന്ന് സൂചിപ്പിച്ചു വെക്കുകയാണ്. മറഞ്ഞുപോയതായ സാഖ്യശാസ്ത്രത്തെ ഈ ലോകത്തിനായിട്ട് ഉപദേശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഭഗവാൻ. ഇപ്രകാരമൊക്കെ പറഞ്ഞ് ഭഗവാൻ കർദമരെ നന്നായിട്ട് അനുഗ്രഹിച്ചു. 10,000 വർഷം കഠിന തപസ് ചെയ്ത ആളാണ് ഈ കർദമര്. കർദമരുടെ ആ ഒരു ഭക്തി, നിഷ്ഠ, ഇതെല്ലാം കണ്ട് ഭഗവാന്റെ മനസ്സ് പോലും അലിഞ്ഞുപോയി. അറിയാതെ ആ നാരായണസ്വാമിയുടെ കണ്ണുകൾ അങ്ങോട്ട് നിറഞ്ഞു, ഭഗവാന്റെ കണ്ണുകൾ അങ്ങോട്ട് നിറഞ്ഞു. ഒരു 2 തുള്ളി കണ്ണീര് നിലത്ത് വീണു. സരസ്വതി നദിയുടെ തീരത്ത് ഭഗവാന്റെ കണ്ണുനീര് വീണതായ ആ ഒരു ഭാഗം, സരസ്വതിയിലാണ് ആ കണ്ണീര് ലയിച്ചത്. ആ ഭാഗം ബിന്ദു സരസ് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു. കർദമരെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. തുടർന്ന് കർദമ പ്രജാപതിയാവട്ടെ സ്വയംഭൂമനുവിൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പരമസാത്വികത നിറഞ്ഞു തുളുമ്പണ ഒരു പ്രദേശമാണ് ഈ ഒരു വനം, കർദമാശ്രമം. ഭഗവാൻ പറഞ്ഞ പോലെ ആ ഒരു ദിവസം വന്നപ്പോൾ സ്വയംഭൂമനു പത്നിയോടും മകളായ ദേവഹൂതിയോടും കൂടിയിട്ട് കർദമാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. മഹാതേജസ്വിയായ കർദമ പ്രജാപതിയെ സ്വയംഭൂമനു കണ്ടു.
വിദ്യോതമാനം വപുഷ തപസ്യുഗ്രയുജാക്ഷിരം നാതിക്ഷാമം ഭഗവത സ്നിഗ്ധാപാങ്കാവലോകനാൽ തദ്വാഹൃതാമൃതകലാപീയൂഷശ്രവണേന ച പ്രാംശും പത്മപലാശാക്ഷം ജടിലം ചീരവാസസം ഉപസംശ്രുത്യമലിനം യഥാർഹണമസംസ്കൃതം. നല്ല ഉയരമുള്ള ശരീരം, താമരയിതള് പോലെ നല്ല നീണ്ട അതിമനോഹരങ്ങളായ നേത്രങ്ങൾ, ജടയെ ധരിച്ചിട്ടുണ്ട്, മരവുരിയാണ് ഉടുത്തിരിക്കുന്നത്. എന്തെന്നില്ലാത്തൊരു തേജസ്. സ്വയംഭുവനുവിന് ഈ ഒരു രൂപം കണ്ട സമയത്ത്, കർദമരെ കണ്ട സമയത്ത് നല്ലൊരു ആശ്ചര്യം ഉണ്ടായി. കർദമര് മനുശ്രേഷ്ഠനെ സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹേ രാജൻ, ധർമ്മപരിപാലനാർത്ഥം അങ്ങ് ഇവിടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അങ്ങ് ഭഗവാനാണ്, ഈശ്വരനെ പോലെയാണ് രാജാവിനെ കണ്ടത്. അഷ്ടദിക്പാലന്മാരുടെ തേജസ് ഭരണാധികാരിയിലുണ്ടാവുന്ന പറയാ. അങ്ങേക്ക് നമസ്കാരമുണ്ട്. അങ്ങിടയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കണത് നല്ലതാ. എന്താ വെച്ചാൽ കൊട്ടാരത്തിൽ അടങ്ങിയിരിക്കാൻ പാടില്ല. അപ്പോൾ രാജാവ് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ ഇല്ലാണ്ടായിത്തീരും. ആട്ടെ, അങ്ങ് ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഭഗവാൻ പറഞ്ഞ ആ വാക്കുകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കർദമരി പ്രകാരം സംസാരിക്കുന്നത്. പറയൂ, ഞാൻ എന്താണ് അവിടത്തേക്കായിട്ട് സാധിച്ചു തരേണ്ടത്? ഇപ്രകാരമൊക്കെ കർദമ പ്രജാപതി സ്വയംഭുമനുവിനോട് പറഞ്ഞു. ഇത്രയും ഭാഗങ്ങളാണ് 21-ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം.